എല്ലാ കൂട്ടുകാർക്കും അപർണിമ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മാത്രം ബൊഗെയിൻവില്ല പ്ലാന്റുകളും മറ്റു ചില പ്ലാന്റുകളും ഉൾപ്പെടുത്തിയതാണ് വീഡിയോ. പ്ലാന്റുകൾ ആവശ്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണേ. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പ്ലാന്റുകൾ അയച്ച ശേഷം ട്രാക്കിംഗ് ID അയച്ചു തരുന്നതാണ്. പ്ലാന്റുകൾ അയക്കുന്നത് DTDC, പ്രൊഫഷണൽ കൊറിയർ, സ്പീഡ് പോസ്റ്റ് എന്നിവ ഇവിടെ ലഭ്യമാണ്. ഏത് വേണമെങ്കിലും അയച്ചു തരുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഇനി കണ്ടു നോക്കാം. ബൊഗെയിൻവില്ല പ്ലാന്റ് വളരെ കുറച്ച് മാത്രമേ പ്ലാന്റുകൾ സ്റ്റോക്കിൽ ലഭ്യമായിട്ടുള്ളൂ. അതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ചില്ലി യെല്ലോയാണ്. ചില്ലി യെല്ലോ ഈ സൈസിലെ പ്ലാന്റാണ് കൊടുക്കുന്നത്. ഈ സൈസിലെ പ്ലാന്റ് 150 രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നിറച്ചും ഫ്ലവർ വന്ന ഒരു പ്ലാന്റാണ്. വളരെ മനോഹരമായ ഒരു യെല്ലോ കളറാണ് ഈ പ്ലാന്റിന്. പൂക്കളും വളരെ വലിപ്പമുള്ള പൂക്കളാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പം ചോക്ലേറ്റ് ബ്രൗൺ ആണ്. ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒരു പ്ലാന്റ്, അതായത് ചെറിയ സൈസിലെ പ്ലാന്റാണ് കൊടുക്കുന്നത്. ഇത് മദർ പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ സൈസ് ഇവിടെ കാണിക്കാം. റൂട്ട് വന്ന ഫ്ലവർ വരാറായത്, അതായത് ഫ്ലവറിൻ്റെ കളർ ചുവപ്പ് കളറ് മാറിയിട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് സൈസ്. ഈ സൈസിലെ പ്ലാന്റ് 170 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പ്ലാന്റ് സൈസ് നന്നായിട്ട് കണ്ടതിന് ശേഷം പ്ലാന്റ് ഓർഡർ ചെയ്യുക. അടുത്തത് ഫ്ലെയിം റെഡ് ആണ്. ഫ്ലെയിം റെഡിൻ്റെ ഇത് മദർ പ്ലാന്റ് ആണ്. ഫ്ലെയിം റെഡിൻ്റെ ഇതുപോലെ ചെറിയ സൈസ് പ്ലാന്റാണ് കൊടുക്കുന്നത്. അതും 170 രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത്. പ്ലാന്റ് സൈസ് കാണിക്കാം. റൂട്ട് വന്ന, അതായത് ഫ്ലവർ വരാറായ പ്ലാന്റാണ്. അത് റെഡ് കളറിൽ അതിൻ്റെ ലീഫിൻ്റെ ഭാഗത്ത് ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് തരുന്നത്. ഇതും പ്ലാന്റ് സൈസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക. അടുത്തത് യെല്ലോ കളറിലെ ഓർക്കിഡ് ടൈപ്പിലെ ഫ്ലവറുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ പേര് യെല്ലോ വാക്കിംഗ് ഐറിസ് എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഈ സൈസിലെ പ്ലാന്റാണ് കൊടുക്കുന്നത്. ഈ സൈസിലെ പ്ലാന്റിന് 40 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. എല്ലാ പ്ലാന്റിലും ഇതുപോലെ ഫ്ലവർ വന്നിട്ടില്ല. ബഡ് വന്ന് തുടങ്ങിയതും ബഡ് വരാത്തതും, എന്തായാലും പ്ലാന്റ് സൈസ് ഇതുപോലെ തന്നെ ഇരിക്കും. അടുത്തത് ഒരു വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് വില. ഒരു പ്ലാന്റിനാണ് 50 രൂപ വിലയിട്ടിരിക്കുന്നത്. ഇത് പെന്നി വെർട്ട് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ നടാൻ പാകത്തിനുള്ള ഒരു പോർഷൻ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. അടുത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. റെഡും ഓറഞ്ചും ഷെയ്ഡുള്ള ഒരു പ്ലാന്റാണ്. എന്നും സീസണില്ലാതെ എന്നും ഫ്ലവർ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 40 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. ഒരു പ്ലാന്റിനാണ്. ഇത് ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. ഇതും ഒരു പിങ്ക് കളറിൽ ഇതുപോലെ കൊലകൊലയായിട്ട് പൂക്കൾ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റിന് 50 രൂപയാണ്. ഇത് മദർ പ്ലാന്റാണ്. ഇതും പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആയാലും അത് പെട്ടെന്ന് വളർന്നു കിട്ടുകയും പെട്ടെന്ന് തന്നെ ഫ്ലവർ വരികയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ പേര് അങ്ങനെ ഓർക്കുന്നില്ല. അടുത്തത് പെലിക്കോണിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് ബോർഡറിങ്ങിനൊക്കെ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ബുഷായിട്ട് വളരുകയും ചെയ്യും ഇതിൻ്റെ പ്ലാന്റ്. ഒരു പ്ലാന്റ് 40 രൂപ വിലയിട്ടാണ് കൊടുക്കുന്നത്. ഇതൊരു സിങ്കോണിയം വെറൈറ്റിയിലെ പ്ലാന്റാണ്. ഈ സിങ്കോണിയം മിനിയേച്ചർ സിങ്കോണിയമാണ്. ഇതിൻ്റെ ഈ സൈസിലെ പ്ലാന്റിന് 30 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇതും ഒരു ഓർക്കിഡ് ടൈപ്പിൽ വൈറ്റ് കളർ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 30 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാം. ചെറിയ പ്ലാന്റാണ് 30 രൂപയ്ക്ക് തരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഇതൊരു
എപ്പീഷ്യ വെറൈറ്റിയാണ്. പിങ്ക് കളർ ഫ്ലവർ തരുന്ന ഒരു എപ്പീഷ്യയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 15 രൂപയാണ്. ചെറിയ പ്ലാന്റാണ് തരുന്നത്. ഇത് ബുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റാണ്. അടുത്തതും ഒരു എപ്പീഷ്യയാണ്. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ റെഡ് കളർ ഫ്ലവറാണ്. എപ്പീഷ്യയുടെ പ്രത്യേകത ഫ്ലവറിനേക്കാൾ ഭംഗിയായിട്ടിരിക്കുന്നത് അതിൻ്റെ ലീഫാണ്. ഈ സൈസിലാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. ഇതിൻ്റെയും ഒരു പ്ലാന്റ് റെഡ് കളറാണ്. അതിൻ്റെ ലീഫിനാണ് ഭംഗി കൂടുതൽ. കുറച്ച് മാത്രം വെയിലിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ വെയിലില്ലാതിരുന്ന ഫ്ലവർ വരില്ല. ഇതും ഒരു എപ്പീഷ്യയാണ്. ഇതും 15 രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. വെയിൽ ഒരുപാട് അടിക്കാൻ പാടില്ല, എന്നാൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇത് ഫ്ലവർ കിട്ടുകയില്ല. അങ്ങനെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് ഒരു ജെണ്ടുമല്ലി ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റ് 30 രൂപയാണ്. എല്ലാ പ്ലാന്റുകളും മഞ്ഞ ഫ്ലവർ തരുന്ന പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിനെ ജമന്തി എന്ന നാട്ടിൻ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇത് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് 30 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇതൊരു സ്പൈറൽ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റ് 20 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ബോർഡറിങ്ങിനൊക്കെ നല്ല പ്ലാന്റാണ്, ബോർഡറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ. അടുത്തത് ഒരു ബ്ലാക്ക് ലില്ലിയാണ്. ഈ ലില്ലിയുടെ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ വരുന്നതാണ്. ഇത് സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ലീഫുകൾ നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കും. വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് പർപ്പിൾ കളറിലെ ഒരു പ്ലാന്റാണ്. പർപ്പിൾ വാൾഫ് പ്ലാന്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 30 രൂപയാണ്. നല്ല ബുഷിയായിട്ട് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇതൊരു കലേഡിയം പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 40 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. കുറച്ച് തണൽ ആവശ്യമുള്ള പ്ലാന്റാണ് കലേഡിയം, എന്നാൽ വെയിലിൻ്റെ ആവശ്യമുണ്ട്. ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഇതിൻ്റെ ഈ സൈസിലെ പ്ലാന്റിന് 25 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് സിങ്കോണിയം. അടുത്തത് ഒരു അരേലിയം വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 40 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അരേലിയ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകൾ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.